നമസ്കാരം. ഏവർക്കും രുദ്രനേത്രയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത്, ഇനി പറയുന്ന നക്ഷത്രങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒരു നക്ഷത്രക്കാരനാകാം, അതല്ലെങ്കിൽ ഒരു നക്ഷത്രക്കാരിയാകാം. ഈ വിഷു കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷുവിന് ശേഷമുള്ള സമയം നിങ്ങളുടെ ജീവിതം രാജയോഗ ഗുണാനുഭവങ്ങളിലേക്കാണ് കടക്കാനായി തുടങ്ങിയിരിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഭാഗ്യവും നേട്ടവും വന്നെത്തുന്നതിനായി പ്രധാനപ്പെട്ട ഓരോ ഉത്സവങ്ങളാകട്ടെ അല്ലെങ്കിൽ ഓരോ വിശേഷങ്ങളാകട്ടെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയും അതേപോലെ തന്നെയാണ് ഈ വിഷു മുതൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഈ നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ ആ ഗൃഹം രക്ഷപ്പെടാൻ പോകുന്നു എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹമാണ് ഈ നക്ഷത്രക്കാർ വസിക്കുന്ന ഗൃഹത്തിലേക്ക് വിഷു മുതൽ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കായി നമ്മുടെ രുദ്രനേത്ര ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. നമുക്കറിയാം, ഓരോ വിഷുക്കാലവും പുത്തൻ പ്രതീക്ഷയുടെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. 2026 ഈ വിഷുക്കാലവും നമുക്ക് അത് തന്നെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ ഗ്രഹസ്ഥിതി മാറ്റങ്ങളൊക്കെ തുടങ്ങിയ ഒരു സമയമായിരുന്നു 2026 ഈ വിഷുക്കാലം. അപ്പോൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാനും അനുഭവിക്കുവാനും യോഗം തെളിഞ്ഞിട്ടുള്ള ആ നക്ഷത്രക്കാർ നാളുകളായി അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും അറുതി കൈവന്ന ഒരു സമയമാണ് ഇവർക്ക് ആരംഭമായിരിക്കുന്നത്. ഏത് പ്രധാന വിശേഷങ്ങൾ നടന്നാലും അതിന് 3 ദിവസത്തിന് ശേഷമായിരിക്കും ഒരു മാറ്റങ്ങളൊക്കെ തുടങ്ങുന്നത്. കാരണം ദേവഗുരുവായ വ്യാഴം, അതായത് ബൃഹസ്പതി, ഉച്ചരാശിയിലേക്കുള്ള ഒരു പ്രവേശനമാണ് നടത്തിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ ശനിയുടെ സ്വാധീനം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിനാൽ തന്നെയാണ് ഇനി പറയുന്ന നക്ഷത്രക്കാർക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ആദ്യത്തെ നക്ഷത്രം ഏതാണെന്ന് നോക്കാം. 2 നക്ഷത്രങ്ങൾ വീതമാണ് ഇവിടെ പറയുന്നത്. പുണർദം പൂയം നക്ഷത്രക്കാർക്കും. അപ്പോൾ പുണർദം പൂയം നക്ഷത്രക്കാർക്കും അതേപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർക്കും നേട്ട സമയം തന്നെയാണ്. എങ്കിലും പുണർദം പൂയ നക്ഷത്രക്കാർക്കായിരിക്കും കൂടുതൽ ഭാഗ്യവും നേട്ടവും വരുന്നത്. കാരണം എന്തെന്നാൽ രാജകീയ നേട്ടങ്ങൾ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു. അത്രത്തോളം ദുരിതവും ദുഃഖവും നിങ്ങൾ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതാവഹമായ ഒരു പരിവർത്തനം തന്നെയാണ് സംഭവിക്കുന്നത്. വ്യാഴം വലിയ ഒരു സമ്മാനമായി വലിയ ഭാഗ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നുണ്ട്. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ജീവിതത്തിൽ നിറവേറ്റിയെടുക്കാനും തടസ്സങ്ങൾ കൂടാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാനും നിങ്ങൾക്ക് സാധിക്കും. അതായത് വിവാഹമാകട്ടെ, ഗൃഹപ്രവേശനമാകട്ടെ, അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണമാകട്ടെ, ഭൂമി സംബന്ധിച്ചുള്ള വിൽപ്പനയാകട്ടെ, വാങ്ങലാകട്ടെ, വാഹനം വാങ്ങൽ, അങ്ങനെയുള്ള തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെയും മാറി പുരോഗതി ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ടും വലിയ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. കുറേ കാലമായിട്ട് സമ്പത്തിൻ്റെ ആ ഒരു തടസ്സമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ കൈ നിറച്ചും ഇനി പണം പല വഴികളിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങളുടെ വാതിലിൽ സാമ്പത്തികമായ ഒരു ഉന്നതി വന്ന് മുട്ടുന്ന സമയം കൂടിയാണ്. ബഹുമതികളൊക്കെ വന്നു ചേരുന്ന, സമൂഹത്തിലൊരു വിലയും മാന്യതയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ വിഷുക്കാലം പ്രദാനം ചെയ്തിരിക്കുന്നത്. അടുത്ത നക്ഷത്രങ്ങളായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട. ഈ 3 നക്ഷത്രങ്ങളാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം പൂർണ്ണമായി ഉണ്ടാകുന്നതാണ്. ഇവിടെ ചില സൗഭാഗ്യങ്ങൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം, അതായത് ശുഭദൃഷ്ടി നിമിത്തം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വൃശ്ചികം രാശിക്കാരാണ് നിങ്ങൾ. വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. അനുകൂലമായ അറിയിപ്പുകളോ അവസരങ്ങളോ, തൊഴിൽ രംഗത്ത് വലിയൊരു സ്ഥാന കയറ്റം തന്നെ നിങ്ങൾക്കുണ്ടാകും. കാത്തിരിക്കുന്നതായ മുൻകാല സമയങ്ങളിൽ അപേക്ഷിച്ച ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടവും മാറ്റവും ഒക്കെ വന്നു ചേരും. മികച്ച വരുമാനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. സാമ്പത്തിക വർധനവൊക്കെ ഉണ്ടാകും. ശമ്പള വർധനവ്, തൊഴിലിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായ ഒരു നേട്ടമുണ്ടല്ലോ, അതൊക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ, അതായത് പാരമ്പര്യ സ്വത്തുകൾ
അതായത് നിങ്ങളുടെ പിതാവുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ എന്നതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളിലേക്ക് വന്നു ചേരും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും ലക്ഷ്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനും നിങ്ങൾക്ക് ഈ ഒരു സമയം സഹായകമാകുന്നുണ്ട്. ദീർഘകാലമായിട്ട് നേടണം, നടത്തണം, ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചിരുന്നതായ കാര്യങ്ങളുണ്ടല്ലോ, ഉറപ്പിച്ചു വെച്ചിരുന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കാതെ പോയ കാര്യങ്ങൾ, അതൊക്കെയും ഈ നടക്കും മുടക്കം കൂടാതെ ഈ പ്രപഞ്ചം, ഈ ചരാചരം നിങ്ങൾക്ക് അനുകൂലമായ ഫലത്തെ ആയിരിക്കും നൽകുന്നത്. ഉത്രം, അത്തം, ചിത്തിര, കന്നി രാശിക്കാർക്കും ഈ വിഷുക്കാലം മുതൽ വലിയ നേട്ടങ്ങളാണ് വഴിതെളിഞ്ഞിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നടത്തിയ കഠിന അധ്വാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള ഫലമായി സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ദുരിതങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായ മോചനമാണ് വരുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു കുതിച്ചുചാട്ടമായിരിക്കും ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷു വരെയുള്ള ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ബഹുമതികളും പുരസ്കാരങ്ങളും സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ ആ ഗൃഹത്തിലേക്ക് ഭാഗ്യമാണ് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കുക. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കും മാനസികമായി ഒരുപാട് വ്യതകൾ അനുഭവിക്കുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അത് വേറെയും. അങ്ങനെ ഈ ഒരു വർഷക്കാലം ഇനി നിങ്ങൾക്ക് അതൊക്കെ മാറുന്ന സമയമാണ്. കാരണം ശനിദോഷത്തിന്റെ കാഠിന്യം കുറയുന്ന ഒരു സമയമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം വിജയം ഉണ്ടാകുന്നതാണ്. ഭാഗ്യം കൊയ്യാനായി സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം വളരെയധികം നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ മാറി ഫലം ഇരട്ടിയായി നിങ്ങളിലേക്ക് സന്തോഷമായി വന്നു ചേരുന്ന സമയമാണ്. കുടുംബത്തിലേക്ക് ചില പുതിയ അതിഥികളുടെ വരവ്, അത് ചിലപ്പോൾ ഒരു പുതിയ ശിശു, അതായത് കുഞ്ഞിൻ്റെ ജനനമാകാം, അതല്ലെങ്കിൽ പുതിയ ഒരു വിവാഹ ബന്ധം, അതും ഒരു അതിഥിയാണല്ലോ കടന്നു വരുന്നത്. അങ്ങനെ ഒരു മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. സന്താനലബ്ധിയാണ് കൂടുതലും സാധ്യത. കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി മാറുന്ന സമയമാണ്. നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെയുള്ളൊരു നേട്ടവും ഭാഗ്യവും ഒക്കെ കടന്നു വരാനിരിക്കുകയാണ്. അപ്പോൾ വലിയ ഒരു മാറ്റത്തിൻ്റെ കാഹളം തന്നെയാണ് ഈ വിഷുക്കാലം മുതൽ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. മനസ്സിൻ്റെ എല്ലാവിധ വ്യതകളും ആദിയും വ്യാധികളും മാറ്റിവെച്ച് ധൈര്യമായി മുന്നോട്ട് പോകൂ. വ്യാഴം അനുകൂലമായിട്ടുണ്ട്. ശനിയുടെ ദോഷത്തിൻ്റെ കാഠിന്യങ്ങൾ വരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ വിഷുക്കാലം നിങ്ങൾക്കൊരു വമ്പൻ ഭാഗ്യവുമായിട്ട് തന്നെയാണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടിയും പ്രവൃത്തിയോടുകൂടിയും ധൈര്യമായി മുന്നോട്ട് പോവുക.